പ്രിയമുള്ളവരെ, ഇപ്പോഴൊരു മഴ പെയ്ത് തോർന്നേ ഉള്ളൂ. ആകാശം മേഘാവൃതമാണ്. കാർമേഘങ്ങൾ പെയ്തൊഴിയാൻ വേണ്ടി അങ്ങനെ നമ്മളെ മുകളിൽ ഇങ്ങനെ സംജാതമായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്യാപ്പ്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു നല്ല മഴ പെയ്തു, അത് കടന്നുപോയി. അപ്പോഴൊരു അന്തരീക്ഷം വളരെ ശാന്തമാണിപ്പോൾ. സന്ധ്യയാണ് ടുഡേ. അപ്പോൾ ഈ സായം സന്ധ്യയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുള്ള ഞാൻ അനുഭവിച്ച, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഇതെൻ്റെ സന്തോഷമാണ്. ഞാൻ പറയുന്നത് ജീവിതത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ചാണ്. കാരണം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾക്ക് ഈ വിശ്വപ്രപഞ്ചം നൽകാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ അത്ഭുതകരമായ ആശീർവാദങ്ങളും അതിൻ്റെ അപകടങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ഒരു യാത്ര തിരിക്കുമ്പോൾ പോലും നമ്മൾ പല കാൽക്കുലേഷനൊക്കെ പോസിറ്റീവായിട്ട് കാണും. പക്ഷേ ആ യാത്രയിൽ പല പല തരത്തിലുള്ള അപകടങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അത് വരണമെന്നല്ല, അത് നെഗറ്റീവ് തോട്ട്സ് അല്ല, സംഭവിക്കാം. ജീവിതയാത്രയിൽ പലതും സംഭവിക്കാം. ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ആത്മവിശ്വാസത്തോടുകൂടെ, സെൽഫ് കോൺഫിഡൻസ്. നമുക്കതാണ് ജീവിതത്തിനൊരു ആത്മവിശ്വാസം എപ്പോഴും ആവശ്യമാണല്ലോ. ആർക്കായാലും, എവിടെയായാലും, ഏത് തൊഴിൽ മേഖലയായാലും നമ്മൾ ചെയ്യുന്ന ശരിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായാൽ മതി. അല്ലാണ്ട് എല്ലാവരെയും ബോധത്തിലും ശരിയാക്കലല്ല, എല്ലാവരെ കൊണ്ടും ശരി പറയിപ്പിക്കലുമല്ല. നമുക്കെന്താണോ ശരി, ആ ശരിയിലാണ് നമ്മൾ ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടത്. ഒരു സിനിമ എങ്ങനെ ഉണ്ടാവുന്നു അതേപോലെ ആ കഥയെഴുന്നാളുടെ കാഴ്ചപ്പാടാണ്. അതെല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അദ്ദേഹം കാണുന്ന ലോകം, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഒക്കെയാണ് അതിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. അത് ഒരു മാധ്യമമാണത്. അതുപോലെ ഓരോ വ്യക്തിക്കും അവൻ്റേതായ കാഴ്ചപ്പാടുണ്ടാവാം, താല്പര്യങ്ങളുണ്ടാവാം, ജീവിത അനുഭവങ്ങളുണ്ടാവാം. അതുകൊണ്ടാണ് മഹാനായ ഓഷോക്ക് എപ്പോഴും പറയാറ്, ആരും തന്നെ തുല്യരല്ല, എല്ലാവരും അതുല്യരും, അപൂർവരും, ആവർത്തിക്കപ്പെടാത്തവരും, അമാനുഷിക, എല്ലാവരും മഹത്തുള്ളവരാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നു, അത്രയേ ഉള്ളൂ. തൻ്റെ ഈ തീരത്ത് ഒരു മനുഷ്യജന്മത്തിൻ്റെ അനന്ത സാധ്യതകളെ തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും വൈകുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ദുഃഖം ചുറ്റുപാടും നോക്കി ഡിപ്രഷൻ, അറിയാലോ, വിഷാദത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ നമ്മളെക്കൊണ്ട് എന്തിനൊക്കെ പറ്റും. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മളെപ്പോലെ മറ്റൊരാളില്ല, പിന്നെ അയാളെപ്പോലെ നമുക്ക് ആവാനും പറ്റില്ല. മനുഷ്യനിവിടെ കാണിച്ചു കൂട്ടുന്നത് താൻ അല്ലാത്തത് എന്തോ തന്നിൽ സംഭവിക്കണം. അവനെപ്പോലെ ആവണം, ഇവനെപ്പോലെ ആവണം, അവനെ കണ്ടോ ഇവനെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട, ഇതാണ് മനുഷ്യന് ഈ മാനസിക നല്ല താളം തെറ്റാൻ കാരണം. സിസോഫ്രീനിക് എന്നൊക്കെ പറയുന്നത് അറിയാമല്ലോ, സൈക്കാട്രിയിൽ ധാരാളം ഈ അപരിഷ്കൃത ബോധം, അവനെ കണ്ടോ, ഇതൊക്കെ വല്ല ആവശ്യമുണ്ട്. നമ്മളായിട്ട് തന്നെ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, നമ്മളെക്കൊണ്ട് എന്തിനൊക്കെ പറ്റും, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അത് മനോഹരമായി ഭംഗിയായി ചെയ്യാന്നുള്ളത്. അതിന് കുറേ പേര് നിങ്ങളെ കൈയടിച്ചേക്കാം, കുറേ പേര് നിങ്ങളെ പ്രതികൂലിച്ചേക്കാം, വിമർശിച്ചേക്കാം. ആ വിമർശനങ്ങളെ ഏറ്റുവാങ്ങാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ മുന്നോട്ടാൻ ഒരിക്കലും സാധ്യമല്ല സുഹൃത്തുക്കൾ. എല്ലാവരും നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുള്ള പ്രതീക്ഷയും വേണ്ട. കുറേ പേര് നിങ്ങൾക്കെതിരാവണം. അപ്പോഴാണ് നിങ്ങൾ ഉണരുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കി തുടങ്ങും. എന്തോ കാരണമുണ്ട്, അപ്പോൾ നമ്മൾ തിരുത്തും. അതാണ്. അപ്പോൾ അങ്ങനെയൊരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ സൂട്ടബിൾ ആവണമെന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ പോലും അങ്ങനെയാണ്. കുറേ പേരത് നെഗറ്റീവായിട്ട് ഡിസ്ലൈക്കൊക്കെ ഇട്ടേക്കാം. അത് അവരുടെ ഇഷ്ടമാണ്, സാരമില്ല. അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അത്രയും ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യമാണത്. അതുകൊണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ. നമ്മൾ ചെറിയൊരു എളിയ യാത്രക്കാരനാണ്. ഈ ഭൂമിയിൽ കടന്നു വന്നു, കുറച്ചു കാലം ഇവിടെ ജീവിച്ചു, കുറേ അനുഭവങ്ങളുണ്ടായി. ഓരോ നിമിഷത്തെയും ജീവിതത്തിൻ്റെ വെല്ലുവിളികളും അപകടങ്ങളും അങ്ങനെ ധാരാളം പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അജ്ഞാതം തന്നെയാണ്. ഇതുവരെ എന്തറിഞ്ഞൊന്നുമില്ല, ഇനി എന്തൊക്കെ അറിയാൻ ബാക്കിയിരിക്കുന്നു. ഈ യാത്ര ഈ നിഗൂഢത, ഇതിൻ്റെ വിസ്മയം, ഇതൊക്കെ നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ഇത് അപ്രവചനീയമാണ്. ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല. ജീവിതം എന്താവും, എവിടെ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ആ നിമിഷത്തെ നമ്മൾ ബോധപൂർവ്വം നോക്കിക്കാണുക. ആ നിമിഷം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ രാസവിദ്യയാണ് സ്നേഹം. ഗോഡ് ഈസ് ലവ് എന്നൊക്കെ യേശുദേവനൊക്കെ പറഞ്ഞു പോയി. അതുകൊണ്ടാണ് സ്നേഹിക്കണം. അതാണ് മഹാനായ വയലാറൊക്കെ പാടിപ്പോയില്ലേ,
സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്നേഹമില്ല, ഇതിനൊന്നും ഒരു വാല്യൂ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളുള്ളിൽ ഹൃദയത്തിൽ സ്നേഹം വേണം, സഹജീവികളോട്, മനുഷ്യരോട് മാത്രമല്ല, എല്ലാറ്റിനോടുള്ളൊരു റെസ്പെക്റ്റേഷൻ. നമ്മളെ കൂടെയുള്ളവരാണ് ഇവരൊക്കെ. ആരും അജ്ഞരല്ല, ആരും എല്ലാവരും ഈ ഭൂമണ്ഡലത്തിലുള്ള ജീവജാലങ്ങളാണ്, നമ്മളെ സഹോദരങ്ങളാണ്. ആ നിലയിൽ തന്നെ നമുക്ക് പരിഗണന നമ്മൾ ശ്രദ്ധിക്കാം. അങ്ങനൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം ഒരു ആഘോഷമാകും, ഒരു വിരുന്നാകും, ഒരു അനുഗ്രഹമാകും. അല്ലെങ്കിൽ അത് എപ്പോഴും അസ്വാസ്യവും അപസ്വരവും കൊണ്ട് നമ്മൾ വീർത്തുമുട്ടും, നമ്മൾ അസ്വസ്ഥനാവും, അങ്ങനെ നരകതുല്യമാവും ജീവിതം. മറ്റേതങ്ങനെയല്ല. നരകത്തിൽ നമ്മൾ സ്വർഗം പണിയാം. നമ്മൾ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ സ്വർഗത്തെ അന്വേഷിച്ച് പോകുകയല്ല, നരകത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ അതെങ്ങനെ നമുക്ക് മനോഹരമാക്കാം, അണിയിച്ചൊരുക്കാം. ഇതാണ് വിവേകം എന്ന് പറഞ്ഞത്. ആ തലത്തിലേക്ക് നമുക്ക് വളരണമെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ എവരിഡേ ലൈഫിൽ കുറച്ച് വ്യായാമം ചെയ്യണം, നല്ല ആഹാരം കഴിക്കണം, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കണം, നല്ല സിനിമകൾ കാണണം. നമ്മൾ ഈ എൻ്റർടൈൻ, നമ്മൾ ആഘോഷിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോഴേ നമ്മൾ ഈ ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇതൊക്കെ മരവിച്ചു പോകും. അങ്ങനെയാണ് ഈ മഹാരോഗങ്ങളൊക്കെ വന്ന് മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആടുകയും പാടുകയും ചെയ്യുമ്പോൾ യേശുദേവൻ പറഞ്ഞൊരു പോയിൻ്റ് ഞാൻ ഓർക്കുകയാണിപ്പോൾ. നിങ്ങൾ കുട്ടികളെപ്പോലെ നിർമ്മലരും നിഷ്കളങ്കരുമാകുമ്പോൾ, ആടുകയും പാടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവരാജ്യം തുറക്കപ്പെടും. നിങ്ങൾ നരകത്തിലായിരിക്കാം, പക്ഷേ ആ നരകം സ്വർഗമായി മാറും. നമ്മളെ ഹൃദയത്തിൽ നിർമ്മലമായ, നിസ്വാർത്ഥമായ, അൺകണ്ടീഷൻ ലവ്, നിരുപാധികമായ സ്നേഹം പ്രസരിക്കട്ടെ ചുറ്റുപാടും. ഒരു പൂവിൻ്റെ സൗരഭ്യം പോലെ. ആ പൂവ് വീണു കൊഴിഞ്ഞു പോയേക്കാം, പക്ഷേ അതിൻ്റെ സൗരഭ്യം ഈ പ്രപഞ്ചത്തിൽ എന്നും ഉണ്ടായിരിക്കും. അത് അനന്തതയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അതിന് നാശമില്ലെന്നാണ് പറയും. അപ്പോൾ അതുപോലെ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ജീവിതം, നമ്മൾ കടന്നു വന്ന വഴിയിൽ നമ്മൾ എന്തൊക്കെ നൽകി, എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. തെറ്റ് പറ്റാത്ത ആരും തന്നെ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിട്ടില്ല. മിസ്റ്റേക്ക് പറ്റാത്ത, നുണ പറയാത്ത ഒരാളും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ജീവിതം. അതുകൊണ്ട് സാരമില്ല. നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ സ്റ്റെപ്പുകളും വിലപ്പെട്ടതാണ്. സമയം അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഈ തീരം ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയുമാറാകണം. അതിനുവേണ്ടി നമുക്ക് ആരോഗ്യം പ്രധാനമാണ്, അതോടൊപ്പം സമ്പത്തും പ്രധാനമാണ്. സമ്പത്ത് അറിയാലോ, എന്തിനും പണമാണ്. അപ്പോൾ അതിനും നമ്മൾ കണ്ടെത്തണം ആ വഴികൾ. അപ്പോൾ അതിനും നമുക്ക് ദൈവം നൽകിയ ഈ ജീവിതം, ഈ ഭൂമി, ഇവിടെയുള്ള ആവാസ വ്യവസ്ഥിതി എല്ലാം ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും സമൃദ്ധി ഉണ്ടാവട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവട്ടെ. അങ്ങനെ ജീവിതം ഒരു മഹോത്സവമായി കൊണ്ടാടുവാനുള്ള തൻ്റെ ഇടവും ആർജവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാൻ നന്ദി, നമസ്കാരം.